വൃശ്ചിക മാസത്തെ തണുപ്പൊന്നും വകവയ്ക്കാതെ രാവിലെ തന്നെ ഞാനും മോനും കൂടെ ഞങ്ങൾ നന്ദിയോട് പൊന്നുതമ്പുരാനെ കാണാൻ അതായത് ഞങ്ങളുടെ അയ്യപ്പൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ പോകണമെന്ന് വിചാരിക്കും, പക്ഷേ നടക്കില്ല. പക്ഷേ ഇന്ന് എന്തായിരുന്നാലും അതെല്ലാം മാറ്റിവെച്ച് അങ്ങ് ഇറങ്ങി. അപ്പോൾ ഇതാണ് അയ്യപ്പൻ്റെ അമ്പലത്തിലേക്കുള്ള വഴി കേട്ടോ. രണ്ട് സൈഡും കാടാണ്, കാടിൻ്റെ നടുക്കാണ് ഞങ്ങളുടെ അയ്യപ്പൻ ഇരിക്കുന്നത്. ഭയങ്കരമായിട്ട് സമാധാനമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇതുപോലൊരു അമ്പലം വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അവിടെ എത്തുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനവും സന്തോഷവും എന്തൊക്കെയോ നേടി എന്നുള്ള ഒരു ഫീലും ഒക്കെയാണ്. ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു എന്നെ ഇത്രയും സന്തോഷമാക്കി വെക്കുന്നതിന്. പിന്നെ തൊട്ടടുത്ത് ആലിൻ്റെ മൂട്ടിൽ പുതുതായിട്ട് ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഊഞ്ഞാൽ കണ്ടാൽ അറിയാമല്ലോ, എനിക്കും കുഞ്ഞൂട്ടനും അതിൻ്റെ മണ്ടയിൽ കയറാതൊരു ഒരു 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 സമാധാനം ഉണ്ടാവില്ല. ഞങ്ങൾ രണ്ടും ഒരേ വൈബായതുകൊണ്ട് ഭയങ്കര കംഫർട്ടാണ് കേട്ടോ ഇവൻ്റെ കൂടെ യാത്ര ചെയ്യാനായിട്ട്. ഒരു ബുദ്ധിമുട്ടും അറിയില്ല. അത്രയും സന്തോഷമായിട്ട് പോയിട്ട് വരാൻ പറ്റും. ഒരു കുഞ്ഞു കൊച്ചു കൂടെ ഉണ്ടെന്നുള്ളൊരു ഫീലേ ഉണ്ടാവില്ല. വൃശ്ചികം തുടങ്ങിക്കഴിഞ്ഞാൽ 41 ദിവസവും വൈകുന്നേരങ്ങളിൽ പായസവും കമ്പവും പൂത്തിരിയും വെടിക്കെട്ടും ഒക്കെ ആയിട്ട് ഒരു ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ മാല ഇടുന്നവരുണ്ട്, മാല ഊരുന്നവരുണ്ട്. കന്നിമലയുടെ പായസവീത്തുണ്ട്. എപ്പോഴും അടിപൊളിയാണ് കേട്ടോ. വൃശ്ചിക മാസം എനിക്ക് മറക്കാനേ പറ്റില്ല ഞങ്ങളുടെ നാട്ടിൽ. അത്രയും രസമാണ്. ഞാൻ ചവിട്ടി നടന്ന സ്ഥലങ്ങളിൽ മോൻ ചവിട്ടി നടക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഒരു ജനറേഷൻ്റെ ഒരു പോക്കെ. എന്തായിരുന്നാലും അന്നത്തെ ഒരു ദിവസം ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ചതായിരുന്നു അയ്യൻ്റെ അടുത്ത് എത്താനായിട്ട്. എന്തായാലും സാധിക്കും.